എൻ്റെ ഒരു യൂഷ്വൽ ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് കാലത്ത് തുടങ്ങി പിടിച്ച മഴയാണ് കേട്ടോ. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും മഴ ഒന്ന് ചാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് എന്റെയും സൂചിയുടെ ഒരു വൈകുന്നേരമാണ്. നമ്മുടെ വൈകുന്നേരങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു മാറ്റങ്ങളും ഇല്ലാതെ ഈ ഒരു സെയിം വെയിലൂടെ തന്നെയായിരിക്കും നമ്മുടെ ഒരു വൈകുന്നേരം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഷോപ്പൊക്കെ അടച്ചിട്ട് നേരെ കുട്ടികളെ എടുക്കാനായിട്ട് ആനാപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ. എൻ്റെ വീട് ആനാപ്പുഴയാണ്. ഏകദേശം ഒരു 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. 6:45 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇരുട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും മഴക്കാറുണ്ട് താനും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് കേട്ടോ ഇപ്പൊ കാലാവസ്ഥ ഉള്ളത്. നമ്മള് റോഡിൽ പോണ വഴി ഭയങ്കര കുണ്ടും കുഴിയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ റൂട്ട് വളരെ മോശമായിട്ടുള്ള റൂട്ടാണ് കേട്ടോ. എപ്പോഴും പണി നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴും വളരെ മോശമായിട്ടുള്ള റൂട്ടാണ് കേട്ടോ. എറണാകുളത്തൊക്കെ പോണതിനെ അപേക്ഷിച്ചിട്ട് തൃശ്ശൂർ റൂട്ട് വളരെ മോശമാണെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മള് ചേരമാന്റെ അവിടെയുള്ള നമ്മുടെ വിംബിസി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ബിസ്ക്കറ്റ്, പിന്നെ യോഗട്ട്, പിന്നെ ലഡു, പിന്നെ പിള്ളേർക്ക് മാഗി, കാടമുട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മേടിക്കാറുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അത് 2 കിൻഡർ ജോയ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ 2 പേരും നമ്മൾ വരുമ്പോ തന്നെ കാത്തിരിക്കും എന്തിട്ടാണെന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തെങ്കിലും 1 രൂപയുടെ ആയാലും മിഠായി മതി. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് വളരെ ഒരു ഹാപ്പി ആയിരിക്കുമല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ പോകുന്നത് മീനുണ്ടോ നോക്കാനായിട്ടാണ്. പക്ഷെ മീൻ ഉണ്ടായില്ല. മീൻ ഇപ്പൊ ഇന്ന് മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ രാവിലെ തന്നെ ഉണ്ടാക്കാമല്ലോ. പിന്നെ നമുക്ക് 2 പേർക്കും ഫുഡ് വൈകുന്നേരം കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ കടി കഴിച്ചപ്പോൾ കുറച്ച് വൈകി കേട്ടോ. അങ്ങനത്തെ വീട്ടിലെത്തി നേരെ ഹോണടി കേട്ടപ്പോൾ തന്നെ സുക്കറും തുമ്പിയൊക്കെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തുട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് ഒരു നോട്ടമാണ് നോക്കുന്നത്. അപ്പൊ കിൻഡർ ജോയ് കണ്ടപ്പോൾ സുക്കുറുവിന് 2ഉം വേണം. അങ്ങനെ തുമ്പിക്കും സുക്രുവിനും കൊടുത്തപ്പോൾ അവരുടെ ആ ഒരു ചിരി കണ്ടില്ലേ. നമുക്ക് ആ ഒരു ചിരി കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയാലേ. അങ്ങനെ 2 പേർക്കും കിൻഡർ ജോയ് കൊടുത്തു. കിൻഡർ ജോയ് ഇത് മറ്റേതാണ് കേട്ടോ, 20 രൂപയുടെയാണ്. മറ്റേ കിൻഡർ ജോയ് മേടിക്കാറില്ല, മൊത്തലിക്കൂല ഗൈസ്. 55 രൂപയാണ് ആ ഒരു സാധനത്തിന്. ഇതാവുമ്പോൾ കിൻഡർ ജോയുടെ ആ ഒരു ക്രീമി അത് തന്നെയാണ്. മറ്റേ കളിപ്പാട്ടം ഇല്ല എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന് 20 രൂപയാണ്. അതേ തുമ്പിയും അച്ഛനും ഒക്കെ കളിക്കാണ്. അപ്പൊ ഞാനും സുക്രുവും കൂടി ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ നേരെ ഭക്ഷണം കഴിച്ച് കിടക്കുകയായിരിക്കും എപ്പോഴും. അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം നമ്മൾ മഴയൊക്കെ ഒന്ന് ചാറി അവസാനിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടോ. അപ്പൊ തുമ്പി മോൾക്ക് ഇങ്ങനെ ഉറക്കത്തിന്റെ ഒരു ഇതുണ്ട്. അങ്ങനെ അവൾ ഉറങ്ങോന്ന് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വരുന്ന വഴി കായത്തണ്ട് നമ്മുടെ ജംഗ്ഷന്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി എടുത്തിട്ടാണ് പോണത്. കായത്തണ്ട് നമ്മുടെ കട്ടപ്പക്കാണ് കേട്ടോ. അങ്ങനെ വീടെത്തി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ബഹളമായിരിക്കും കേട്ടോ. തുമ്പിയും സുക്രുവും കൂടെ ഭയങ്കര കളിയും കാര്യങ്ങളും ആയിരിക്കും. അവരെ പിന്നെ ആ ഒരു ഇതിലോട്ട് അങ്ങോട്ട് പോകും. അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കാലത്തെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴുകി വെക്കാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രം നമ്മൾ കഴുകി വെക്കും. ബാക്കി അല്ലറ ചില്ലറ വലിയ വലിയ പാത്രങ്ങളില്ലേ, അതൊക്കെ ഞാൻ വൈകിട്ട് വന്നിട്ടാണ് കഴുകുക. കാരണം രാവിലെ നമ്മൾ സമയം കയ്യിൽ പിടിച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ ഞാൻ കഴുകാറില്ല, വൈകുന്നേരമാണ് കേട്ടോ കഴുകുന്നത്. അങ്ങനെ ഒരു എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാറായിട്ട് അപ്പോഴേക്കും ഇവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ്. വെച്ചിട്ടൊന്നും കാര്യമില്ല, അപ്പൊ തന്നെ സുക്രു എടുത്തോണ്ടും പോവും. അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുറച്ച് അവിടെ വെച്ചു. പിന്നെ ലഡു എടുത്തു വെച്ചത് 2 നമ്മൾ എടുത്തിട്ട് സൂചിയേട്ടനും ഞാനും കൂടെ തിന്നാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ എടുത്തപ്പോൾ എല്ലാവർക്കും ആവശ്യമായി. ഇവർ തിന്നൂല, പക്ഷെ എന്താണ് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് വേണം. അങ്ങനെ 2 പേർക്കും കൊടുത്തു. അങ്ങനെ തുമ്പി അതും കൊണ്ട് പോവണ്ട. അപ്പൊ സൂചിയേട്ടൻ ഞാനിങ്ങനെ പിണങ്ങിയ പോലെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂചിയേട്ടനെ കുറച്ച് അവളുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് അമ്മക്ക് അത് കൊടുക്കാനായിട്ട് പറയാനിട്ട്. അപ്പൊ തുമ്പി ഇപ്പൊ കുറെ ഇങ്ങനെ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര മിസൈൽ പോണ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ സൂചിയേട്ടൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൈയൊക്കെ നീട്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തുമ്പിനെ കൊണ്ട് ആ ലഡു ഇങ്ങനെ മേടിക്കാൻ കേട്ടോ. കാരണം അവള് അവള് തിന്നില്ല, വെറുതെ കളയാനായിട്ടാണ്. തിന്നോ നമുക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ.
അങ്ങനെ എന്ത് ചെയ്തു, ലഡു ഒക്കെ തുമ്പി തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലഡു കഴിച്ചിട്ട് വേറെ ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ല. കാരണം നമ്മള് ചായക്കടി കഴിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ വെച്ചിട്ട്. അത് ഇത്തിരി നല്ലോണം കഴിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിശന്നില്ല. അപ്പൊ ഈ ലഡും കൂടെ കഴിക്കുമ്പോൾ ഓൾറെഡി വയറ് ഫില്ലാവുമല്ലോ. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് സൂചേട്ടൻ ഇങ്ങനെ കട്ടപ്പയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോകണം. അപ്പൊ ഇത് വാർത്തയൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. അപ്പൊ ഇവരുടെ കളികൾ കണ്ടാൽ തന്നെ നമുക്ക് കുറേ നേരം അങ്ങനെ സമയം പോകും. സമയം പോണത് തന്നെ അറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങള് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നോക്കുമ്പോണ്ട് എനിക്ക് കൊറിയർ വന്നത് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഞാനത് ഓൾറെഡി മറന്ന് കിടക്കേണ് കേട്ടോ. അപ്പൊ അതെടുത്ത് ഉള്ളിൽ വെച്ചു. പിന്നെ അത് കായത്തണ്ടൊക്കെ എടുത്തിട്ട് സൂചേട്ടൻ ഇന്നൊക്കെയുള്ളത് നാളേക്കുള്ളത് ഇപ്പൊ തന്നെ അരിഞ്ഞു വെക്കോട്ടെ. പിന്നെ പിറ്റേ ദിവസം ഭയങ്കര നമുക്ക് നേരം ഉണ്ടാവില്ലല്ലോ. അപ്പൊ പിറ്റേ ദിവസം എളുപ്പമായിരിക്കും. അപ്പൊ സൂചേട്ടൻ ഇങ്ങനെ അരിയാണ്. കായത്തണ്ട് അരിയാൻ ഇത്തിരി പാടാണ്. അപ്പൊ അത് സൂചേട്ടൻ അരിയുമ്പോൾ ഞാൻ അവിടെ കുറച്ചു നേരം കൂട്ടിരുന്നു. പിന്നെ സൂചേട്ടൻ കട്ടപ്പെട്ട അടുത്ത് പോയപ്പോൾ ഞാൻ ദേ പിള്ളേരുടെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കാണ് കേട്ടോ. അങ്ങനെ കുറേ നേരമായി. ഇപ്പൊ ഏകദേശം ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ടാകും. പിള്ളേരായിട്ട് ഇങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷം സൂചേട്ടൻ വന്നു. നേരെ കിടന്നുറങ്ങിയിട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ. വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നല്ലൊരു വീഡിയോസ് ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.